സാധാരണ ഒരു വിഷയമാണ് ആദ്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ കുറുക്കൻ്റെ കല്യാണം മുതൽ എൻ്റെ എല്ലാ സിനിമകളുടെയും ആദ്യം ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ തലയണ മന്ത്രമൊക്കെ സബ്ജക്റ്റിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. സന്മനസ്സുള്ള സബ്ജക്റ്റിൽ നിന്നുണ്ട്. പക്ഷെ അന്ന് മോഹൻലാൽ നമ്മുടെ കൂടെ ഉണ്ട്. ആ സബ്ജക്റ്റ് രൂപപ്പെടുമ്പോൾ മോഹൻലാലാണ് ഹീറോ, അല്ലെങ്കിൽ ജയറാം കൂടെ ഉണ്ട്, അപ്പോൾ ജയറാമാണ് ഹീറോ. പക്ഷെ ഒരു നടന് വേണ്ടി ഒരു സിനിമ ചെയ്യേണ്ട ഒരിക്കൽ മാത്രം ജീവിതത്തിൽ, ഏതാണ് അത് അർത്ഥമാണ്. അത് മമ്മൂട്ടി എന്നെ വാശി പിടിപ്പിച്ചിട്ടാണ്. അതായത് അതിനു മുമ്പ് ശ്രീധരൻ്റെ ഒന്നാം തിരുമുറവ് എന്നുള്ള പടം മമ്മൂട്ടി എൻ്റെ കൂടെ വരച്ചു. അതിനു മുമ്പ് ഗസ്റ്റ് റോളായിട്ട് കിന്നാരത്തിലും പിന്നെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്തത് ശ്രീധരൻ്റെ ഒന്നാം തിരുമുറവ്. അത് ഗാന്ധിനഗറും സന്മനസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ആ സിനിമ നന്നായിരുന്നെങ്കിലും ഇതുപോലൊരു സൂപ്പർ ഹിറ്റ് ആയില്ല. ഇപ്പോൾ സന്മനസ് പോലെ അല്ലെങ്കിൽ നല്ല മമ്മൂട്ടി ഭയങ്കര രസകരമായി ചെയ്ത റോളാണ്. ശ്രീധരനായിട്ട് വളരെ സ്വാഭാവികമായി സാധാരണക്കാരായിട്ട് അഭിനയിച്ച റോളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി ദിവസം ഒരു വേറെ ഏതോ സെറ്റിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വലിയ നാടോടിക്കാറ്റും വരവേൽപ്പൊക്കെ എടുക്കുന്നുണ്ട്, മോഹൻലാൽ വെച്ച് ധാരാളം ഹിറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, എനിക്കും ധാരാളം സൂപ്പർ ഹിറ്റുകൾ വേറെ ഉണ്ട്. നിങ്ങൾക്ക് എന്നെ വെച്ചിട്ട് ഒരു ഹിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദോഷമാണ്, നിങ്ങളുടെ കുറ്റമാണ്. അത് നമുക്ക് ഉള്ളിൽ കൊണ്ടു. കാരണം വെച്ചാൽ മമ്മൂട്ടി വെച്ചൊരു ഹിറ്റ്, മമ്മൂട്ടീനെ ഇഷ്ടപ്പെടുന്നൊരു പടം. അപ്പോൾ വേണുനാവളിയാണ് ആ സമയത്ത്. അതേ സമയത്ത് ശ്രീനിവാസൻ വടക്കു നോക്കി കേന്ദ്രത്തിൻ്റെ വർക്കിലേക്ക് പോയി. അപ്പോൾ ഞാൻ വേണുനാവളിനെ വിളിച്ചിട്ട് നമുക്കൊരു സബ്ജക്റ്റ് ആലോചിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഒന്ന് മമ്മൂട്ടിയെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവണം. അപ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദം, മമ്മൂട്ടിയുടെ രൂപം, മമ്മൂട്ടിയുടെ ചലനങ്ങൾ, മമ്മൂട്ടിയുടെ ഭാവങ്ങൾ, മമ്മൂട്ടിയുടെ പൗരുഷം, മമ്മൂട്ടിയുടെ സൗന്ദര്യം, ഇതൊക്കെ ചേർത്തിട്ട് ഒരു ക്യാരക്ടർ നമ്മൾ ബിൽഡ് ചെയ്തതാണ് ബെൻ നരേന്ദ്രൻ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നല്ല ലൈഫുള്ള ക്യാരക്ടേഴ്സ്, സീൻസ് ഉണ്ടാക്കി. അത് ശ്രീനിവാസനും പിന്നെ വന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണതയുള്ള സിനിമയായി മാറി, അർത്ഥമുള്ള ഒരു സിനിമയായി മാറി. ആ സിനിമ വിചാരിച്ച പോലെ തന്നെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. എൻ്റെ മമ്മൂട്ടിയുടെ മുമ്പിൽ എൻ്റെ മാനം കാത്തു.